കാനഡയിലെ എല്ലാ പ്രൊവിൻസുകളിലും ഒരേ സമയത്ത് ഒരേപോലെയല്ല മഞ്ഞുവീഴ്ച. ഇത് പല സമയത്തും പല പ്രൊവിൻസുകളിലും പല തിക്നെസ്സിലായിരിക്കും മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ടൊറൻറ്റോയിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ടൊറൻറ്റോയിൽ മാർഖം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇന്ന് ഈ സ്ട്രീറ്റിൽ വേസ്റ്റ് കൊണ്ടുപോകുന്ന ദിവസമായിട്ട് നോക്കൂ, എല്ലാ വീടുകളുടെയും മുമ്പിൽ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് ഗാർബേജുകളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അവർ വന്ന് വണ്ടിയിൽ കൊണ്ട് വന്ന് അവരെടുത്തുകൊണ്ട് പോകും. ഈ കാണുന്നത് ഇതൊരു പാർക്കാണ്. ഇത് ഞാൻ എന്നും പോയിക്കൊണ്ടിരുന്നൊരു പാർക്കാണ്. ഈ പാർക്ക് ഫുട്ബോൾ ഗ്രൗണ്ടും വോളിബോൾ ഗ്രൗണ്ടും കൊച്ചുങ്ങൾക്കുള്ള കുഞ്ഞു പിള്ളേർക്കുള്ള കളിസ്ഥലവും അതുപോലെ തന്നെ ബാസ്കറ്റ് ബോൾ കോർട്ടും ഒക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ നോക്കി അതൊരു സമുദ്രം പോലെ, മഞ്ഞിൻ്റെ സമുദ്രം പോലെ കിടക്കുകയാണ് നിശബ്ദമായിട്ട്. ആൾക്ക് കേൾക്കുന്നതും അടുത്തുള്ള സ്കൂളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളുടെ ശബ്ദം കേൾക്കാം. പിന്നെ ദൂരെ ഏതോ ഒരു ട്രെയിൻ ചോളം വിളിച്ച് പോകുന്നതും കേൾക്കുന്നുണ്ട്. അപ്പോൾ റോഡിലൊക്കെ മഞ്ഞുരുകി തുടങ്ങി. ഒരു ദിവസമേ ആയുള്ളൂ. മഞ്ഞുരുകി വരുന്ന വെള്ളം ഒഴുകി പോകാനായിട്ട് റോഡിൽ ഡ്രെയിനേജ്, നല്ല വൃത്തിയായിട്ടുള്ള വ്യക്തതയുള്ള ഡ്രെയിനേജ് ഉണ്ട്. അത് കാണുന്ന പോലെയാണ്. വെള്ളം ഒഴുകി മഞ്ഞുരുകി ഇതിലേക്ക് വെള്ളം ഒഴുകിപ്പോയിക്കോളും. വീടുകളുടെ മേൽക്കൂരകളിൽ നിന്ന് ഇതുപോലെ മഞ്ഞ് ഉരുകി വെള്ളമായിട്ട് താഴോട്ട് ഒഴുകി അത് ആ റോഡിലേക്ക് ചെന്ന് ആ സിസ്റ്റത്തിൽ കൂടെ, ഡ്രെയിനേജ് സിസ്റ്റത്തിൽ കൂടെ അത് പോയിക്കോളും. ഇതൊക്കെയാണ് ഇവിടുത്തെ മഞ്ഞുകാല ജീവിതാനുഭവങ്ങൾ. വളരെ രസകരം തന്നെ.